നമസ്കാരം, ഞാൻ ഡോക്ടർ റെജീന. ഒട്ടകപ്പാലിനെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. എല്ലാ ഭാഗങ്ങളിലും അത്ര സുലഭമായിട്ട് ലഭ്യമല്ലാത്തതും അതുകൊണ്ട് തന്നെ അത്രയധികം പ്രചാരത്തിലില്ലാത്തതുമായിട്ടുള്ള ഒരു പോഷകാഹാരമാണ് ഒട്ടകപ്പാൽ. മരുഭൂമിയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യ ആഹാരമാണ് ഒട്ടകപ്പാൽ. ഏകദേശം 1 മാസം വരെയൊക്കെ ഒട്ടകപ്പാൽ മാത്രം കുടിച്ചുകൊണ്ട് അവർ ജീവിക്കാറുണ്ട്. ധാതുക്കൾ അഥവാ മിനറലുകൾ, ജീവകങ്ങൾ അഥവാ വിറ്റാമിനുകൾ, മാംസ്യങ്ങൾ അഥവാ പ്രോട്ടീൻസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്നിവയുടെ ഒരു സമൃദ്ധമായ ശേഖരമാണ് ഒട്ടകപ്പാൽ. ആയുർവേദത്തിൽ ഒട്ടകപ്പാലിനെ കുറിച്ച് എന്തൊക്കെയാണ് പരാമർശിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒട്ടകപ്പാലിൻ്റെ ഗുണമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഈഷദ് രൂക്ഷോഷ്ണ ലവണം ഔഷ്ട്രകം ദീപനം ലഘു ശസ്തം വാദ കഫാനാഹ കൃമിശോഭോദരാർശസാം. അല്പം രൂക്ഷമായിട്ടുള്ളത്, രൂക്ഷം എന്ന് പറയുമ്പോൾ കൊഴുപ്പിൻ്റെ അംശം കുറഞ്ഞത്, ഉഷ്ണവീര്യത്തോടു കൂടിയതും അല്പമൊന്ന് ലവണരസത്തോടു കൂടിയത്, അതായത് ഉപ്പ് രസം അല്പം കൂടുതലുള്ളതും, ദഹനത്തിന് സഹായിക്കുന്നതും അഗ്നിദീപ്തിയെ ഉണ്ടാക്കുന്നതും, ലഘുവുമാണ്. ലഘു എന്ന് പറയുമ്പോൾ ദഹിക്കാൻ എളുപ്പമുള്ളത്. വിശേഷിച്ച് വാദ കഫ രോഗമുള്ളവർ, ആനാഹം അഥവാ വയറുവീർപ്പ്, കൃമിരോഗമുള്ളവർ, നീർക്കെട്ട്, അർശസ് അഥവാ പൈൽസ് എന്നീ രോഗമുള്ളവർക്ക് ഹിതകരവുമാണ്. ചികിത്സാസ്ഥാനത്ത് അല്ലെങ്കിൽ ചികിത്സ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഉദരരോഗ ചികിത്സയിൽ പ്രത്യേകിച്ച് ഒട്ടകപ്പാലിനെ കുറിച്ച് പരാമർശമുണ്ട്. ഉദരരോഗ ചികിത്സയിൽ ഒട്ടകപ്പാൽ മാത്രം ഭക്ഷിച്ചുകൊണ്ട് 1-2 മാസം ജീവിക്കാൻ പറയുന്നുണ്ട്, മറ്റ് ആഹാരങ്ങളെല്ലാം വർജിച്ചുകൊണ്ട്. കൂടാതെ ഉദരരോഗ ചികിത്സയിൽ മറ്റ് ഉപദ്രവ ലക്ഷണങ്ങളോട് കൂടിയിരിക്കുന്ന അവസ്ഥയിൽ, അതായത് പുകച്ചിൽ, വയറിന് ചുട്ടുനീറ്റം, വെള്ളം ദാഹം, മോഹാലസ്യം തുടങ്ങിയ അവസ്ഥകളിൽ മറ്റു പാലുകളേക്കാൾ ഉത്തമം ഒട്ടകപ്പാലാണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. വളരെ പഥ്യക്രമത്തോടുകൂടി ഉള്ള ചികിത്സാക്രമമാണ് ഉദരരോഗ ചികിത്സയിൽ നിഷ്കർഷിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ചികിത്സ കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ ബലവർദ്ധനവിനും പ്രാണശക്തിയെ വർദ്ധിപ്പിക്കുന്നതിനും ഉത്തമം ഒട്ടകപ്പാലാണെന്ന് പറയുന്നുണ്ട്. എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത് അഗ്നിമാന്ദ്യം കൊണ്ടാണ്. ഉദരരോഗം പ്രത്യേകിച്ച് അഗ്നിമാന്ദ്യം കൊണ്ടുണ്ടാകുന്നതാണെന്ന് ആയുർവേദം പറയുന്നു. അങ്ങനെ ശരീരത്തിൻ്റെ ദഹനവ്യവസ്ഥയെ അത്യധികം ബാധിക്കുന്ന അവസ്ഥയിൽ, ശരീരത്തിൻ്റെ പ്രതിരോധശേഷി അങ്ങേയറ്റം ദുർബലമായിരിക്കുന്ന അവസ്ഥയിൽ സേവിക്കാൻ നിഷ്കർഷിച്ചിട്ടുള്ളത് ഏറ്റവും ദഹിക്കാൻ എളുപ്പവും അതേസമയം ബലവർദ്ധനവുമായിട്ടുള്ള ഒട്ടകപ്പാലാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒട്ടകപ്പാലിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാം. ബലവർദ്ധനം ദുർബലായ പ്രയുഞ്ജീത പ്രാണഭൃത് കാരഭം പയഹ. ബലത്തെ വർദ്ധിപ്പിക്കുന്നതും പ്രാണനെ വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള ഒട്ടകപ്പാൽ എന്നാണ് ഒട്ടകപ്പാലിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്തെല്ലാം ഘടകങ്ങളാണ് ഒട്ടകപ്പാലിൽ അടങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം. പലതരം ഭക്ഷണ പദാർത്ഥങ്ങളോട് അലർജിയുള്ളവർക്ക് പോലും ഉപയോഗിക്കാവുന്ന തരത്തിൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു യൂണിക് ഫോർമുല ആണ് ഒട്ടകപ്പാൽ. പശുമ്പാലിലെ ഘടനയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വിവിധതരം പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ എന്നിവയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ശരീരാരോഗ്യത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ഒരുപാട് പ്രോട്ടീനുകൾ, മിനറലുകൾ, വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയിട്ടുള്ളതാണ് ക്യാമൽ മിൽക്ക്. പശുമ്പാലിനേക്കാൾ വളരെ കുറഞ്ഞ അളവിലാണ് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളത്. ഏകദേശം 50% കൊഴുപ്പ് പശുമ്പാലിനേക്കാൾ കുറവാണ് ഒട്ടകപ്പാലിലുള്ളത്. പ്രത്യേകിച്ച് ശരീരത്തിന് ഹാനികരമായിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് അഥവാ പൂരിത കൊഴുപ്പിൻ്റെ അളവ് വളരെ കുറവാണ്. അതേസമയം അപൂരിത കൊഴുപ്പ് അഥവാ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അതും ശരീരത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ഒലിക് ആസിഡ് ഫോമിലാണ്. അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെയും രക്തക്കുഴലുകളുടെയും ആരോഗ്യത്തിന് വളരെ ഗുണകരമായിട്ടുള്ള കൊളസ്ട്രോളാണ്, അല്ലെങ്കിൽ അപൂരിത കൊഴുപ്പ് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ കുറക്കാനും ഹാനികരമായിട്ടുള്ള കൊളസ്ട്രോൾ കുറക്കാനും നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നതിനും ഒട്ടകപ്പാൽ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. വളരെ ഉയർന്ന അളവിൽ കാൽഷ്യം, അയേൺ, സിങ്ക്, പൊട്ടാസ്യം, കോപ്പർ, സോഡിയം, മഗ്നീഷ്യം തുടങ്ങിയിട്ടുള്ള മിനറലുകൾ അടങ്ങിയിട്ടുണ്ട്. ജീവകങ്ങൾ അഥവാ വിറ്റാമിനുകളിൽ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി മറ്റു പാലുകളേക്കാൾ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. പ്രതിരോധ വ്യവസ്ഥയ്ക്ക് വളരെ ഗുണകരമായിട്ടുള്ള വിറ്റാമിനാണ് വൈറ്റമിൻ സി എന്നുള്ളത് നമുക്കറിയാം. കൂടാതെ വൈറ്റമിൻ B2, ഫോളേറ്റുകൾ, വൈറ്റമിൻ എ എന്നിവ പശുമ്പാലിനേക്കാൾ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി പ്രോട്ടീൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെയധികം പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ട്. ഏകദേശം 200ഓളം തരം വ്യത്യസ്ത രീതിയിലുള്ള പ്രോട്ടീനുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമായ രീതിയിലുള്ള വേ പ്രോട്ടീൻസാണ് ഈ ഒട്ടകപ്പാലിൽ അടങ്ങിയിട്ടുള്ളത്. ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലാക്ടോഗ്ലോബുലിൻ തുടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസ് അടങ്ങിയിട്ടില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. പശുമ്പാലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒട്ടകപ്പാലിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ലാക്ടോസ് അടങ്ങിയിട്ടുള്ളൂ.
അതും ലാക്ടോസിൽ നിന്ന് വ്യത്യസ്തമായ ഘടകങ്ങളോട് കൂടിയിട്ടുള്ള പ്രോട്ടീനുകളാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലാക്ടോസ് ഇൻടോളറൻറ്റ് അഥവാ ലാക്ടോസ് ദഹിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള ആളുകളിൽ, ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആളുകളിൽ പോലും ദഹനത്തിന് എളുപ്പമായിട്ടുള്ള രീതിയിലുള്ള പ്രോട്ടീൻസ് ആണുള്ളത്. അവർക്കും ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ പ്രകൃതിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള നല്ലൊരു പ്രോബയോട്ടിക്കാണ് ഒട്ടകപ്പാൽ. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ദഹനത്തിന് ഗുണകരമായിട്ടുള്ള സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ ബാക്ടീരിയകളുടെ കുടലിലുള്ള വളർച്ചയെ സഹായിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെയാണ് നമ്മൾ പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പ്രോബയോട്ടിക് ആണ് ഒട്ടകപ്പാൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്കും പ്രതിരോധ വ്യവസ്ഥയ്ക്കും വളരെ ഗുണകരമായ രീതിയിൽ ഒട്ടകപ്പാൽ പ്രവർത്തിക്കുന്നു. മുലപ്പാലിൻ്റെ ഘടകങ്ങളോട് സാമ്യമുള്ള പല ഘടകങ്ങളും ഒട്ടകപ്പാലിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ദഹിക്കാൻ എളുപ്പമായതുകൊണ്ടും ഒട്ടകപ്പാൽ ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും മറ്റും വളർച്ചക്കുറവും പോഷണക്കുറവുമുള്ള കുട്ടികൾക്ക് അവരുടെ ആരോഗ്യം പെട്ടെന്ന് പോഷിപ്പിക്കപ്പെടാനായിട്ട് ഒട്ടകപ്പാൽ നിർദ്ദേശിക്കാറുണ്ട്. ഉയർന്ന അളവിലുള്ള ജന്തുജന്യ പ്രോട്ടീൻ മറ്റു പാലുകളെ അപേക്ഷിച്ച് കൂടുതലായതുകൊണ്ട് നമ്മുടെ അവയവങ്ങളുടെയും എല്ലുകളുടെയും മറ്റും ശരിയായ വളർച്ചയും പോഷണവും പ്രദാനം ചെയ്യാൻ ഒട്ടകപ്പാലിന് കഴിയും. കാരണം ജീവികളുടെ വളർച്ചയുടെ അടിസ്ഥാന ഘടകങ്ങൾ പ്രോട്ടീനുകളാണല്ലോ. ഇത്തരം പ്രോട്ടീനുകളുടെ സമൃദ്ധമായ ശേഖരം ഇതിന് സഹായിക്കും. കൂടാതെ പല ഭക്ഷണ പദാർത്ഥങ്ങളോടും അലർജിയുള്ള കുട്ടികളിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഉത്തമ ആഹാര പദാർത്ഥമായിട്ട് കൊടുത്തു നോക്കാവുന്ന ഒന്നാണ് ഒട്ടകപ്പാൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അലർജിയെയും അതുപോലെ രോഗങ്ങളെയും തടുക്കുന്ന പല ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധ വ്യവസ്ഥയിൽ വളരെ പ്രാധാന്യമുള്ളതായിട്ടുള്ള ലാക്ടോഫെറിൻ തുടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള രോഗാണുക്കളെ പ്രതിരോധിക്കുന്ന പല ഘടകങ്ങളും ഉള്ളതുകൊണ്ട് ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരിൽ കൊടുത്തു നോക്കി ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അവരിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും. ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ സമൃദ്ധമായ കലവറയായതുകൊണ്ട് രോഗകാരണമാകുന്ന പല അണുക്കളെയും അവ പുറപ്പെടുവിക്കുന്ന ആൻറ്റിജനുകളെയും തടഞ്ഞ് അവയെ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയിൽ നിന്ന് തന്നെ നീക്കാനായിട്ട് ഒട്ടകപ്പാൽ പതിവായി ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. ഒട്ടകപ്പാലിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം മറ്റു പാലുകളിൽ ഉള്ളതിനേക്കാൾ വളരെ പെട്ടെന്ന് ആഗിരണം ചെയ്യുന്ന രീതിയിലുള്ളതായതുകൊണ്ട് നമ്മുടെ എല്ലുകളുടെയും മറ്റ് അവയവങ്ങളുടെയും ഓർഗാൻസിൻ്റെയും മറ്റും ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഇത് ഒന്നുകൂടെ സഹായിക്കും. കൂടാതെ നല്ല ബലമുള്ള എല്ലുകളും പല്ലുകളും ഉണ്ടാകാനായിട്ട് സഹായിക്കും. ഒട്ടകപ്പാലിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B1 നമ്മുടെ ദിനേനയുള്ള ആവശ്യങ്ങൾക്ക് മതിയായ രീതിയിലുള്ളതാണ്. നമ്മുടെ ചയാപചയ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ മാനസികാരോഗ്യത്തിനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ നാഡീവ്യൂഹത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ B1. വളരെ നല്ല രീതിയിൽ പൊട്ടാസ്യം അതുപോലെ ഫോസ്ഫറസ് തുടങ്ങിയ മിനറൽസ് അടങ്ങിയിട്ടുണ്ടെന്ന് നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യകരമായ രീതിയിൽ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒട്ടകപ്പാലിനോടൊപ്പം ഉപ്പ് കുറഞ്ഞ ഭക്ഷണം കൂടിയാകുമ്പോൾ സാധിക്കും. ഒട്ടകപ്പാലിൽ അല്പം ലവണാംശം കൂടുതലാണെന്ന് നാം നേരത്തെ പറഞ്ഞിരുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന കൊഴുപ്പ്, അതായത് ശരീരത്തിന് ഹാനികരമായ കൊഴുപ്പ് കുറവായതുകൊണ്ടും അതേസമയം നല്ല കൊഴുപ്പ് ശരീരത്തിന് ഹിതകരമായിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നത് കൊണ്ടും എത്രോസ്ക്ലിറോസിസ്, അതായത് രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ, അതുപോലെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് തുടങ്ങിയവയൊക്കെ തടയാനായിട്ട് ഒട്ടകപ്പാൽ കൊണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും. മറ്റു പാലുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഇവ തടയാനായിട്ട് നമുക്ക് സാധിക്കും. ഫാറ്റ് കുറവും പ്രോട്ടീൻ കൂടുതലായതുകൊണ്ട് ശരീരഭാരം കുറക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കും അനുയോജ്യമായ ഒന്നാണ് ഒട്ടകപ്പാൽ. ഒട്ടകപ്പാലിൻ്റെ മറ്റൊരു ഗുണവശം അതിൽ ധാരാളമായിരിക്കുന്ന അയൺ കൊണ്ടുള്ളതാണ്. രക്തക്കുറവ് അഥവാ അനീമിയയെ തടയാനായിട്ട് ഒട്ടകപ്പാൽ സഹായിക്കും. രക്തകോശങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ് അയൺ. ഇങ്ങനെയുള്ള അയൺ ധാരാളമായി ലഭിക്കുന്നതിലൂടെ രക്തചംക്രമണം അഥവാ സർക്കുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. അതുവഴി ശരീരകോശങ്ങൾക്കും ശരീരഭാഗങ്ങൾക്കും വേണ്ടത്ര ഓക്സിജനും മറ്റു പോഷകങ്ങളും ലഭിക്കുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. പ്രസവത്തിന് ശേഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അനാരോഗ്യകരമായ അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് ട്രൈ ചെയ്യുന്ന ആളുകളിൽ, അത് പ്രത്യേകിച്ച് മുറിവ് പറ്റിയിരിക്കുന്നവർക്കോ ഏതെങ്കിലും ആക്സിഡന്റ് പറ്റിയിരിക്കുന്ന ആളുകളിലോ മറ്റും ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു ആഹാര പദാർത്ഥമാണ് ക്യാമൽ മിൽക്ക്. ക്യാമൽ മിൽക്കിന് മറ്റൊരു ഗുണവശമാണ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിൽ. ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിലെ പല ഘടകങ്ങൾക്കും അല്ലെങ്കിൽ ശരീരത്തിലെ അവയവങ്ങൾക്കോ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക രോഗാവസ്ഥയാണ്. ഒരുപാട് രോഗങ്ങളുണ്ട് ആ രീതിയിൽ. അതിൽ പ്രത്യേകിച്ച് ക്രോൺസ് ഡിസീസ്, അതായത് വൻകുടലിനെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. അതുപോലെ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് തുടങ്ങിയിട്ടുള്ള അവസ്ഥകളിൽ
ഒട്ടകപ്പാൽ വളരെ ഗുണകരമായിട്ട് പ്രവർത്തിക്കുന്നു. കാരണം അതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻസും മറ്റു പല പ്രതിരോധ ഘടകങ്ങളും ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിൽ വലിയ പ്രാധാന്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സാധാരണയായി ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിൽ കൊടുക്കുന്ന മരുന്നുകൾ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയെ തളർത്തിക്കൊണ്ടാണ് രോഗലക്ഷണങ്ങളെ ശമിപ്പിക്കുന്നത്. അതേസമയം ഒട്ടകപ്പാൽ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. കൂടാതെ തന്നെ പ്രതിരോധ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് രോഗലക്ഷണങ്ങളെ കുറക്കുന്നത്. ഒട്ടകപ്പാലിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ഓട്ടിസം ട്രീറ്റ്മെന്റിലാണ്. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ ഓട്ടിസത്തിന്റെ ഭാഗമായിട്ട് പല ലക്ഷണങ്ങളും, പ്രത്യേകിച്ച് ദേഷ്യം, നശീകരണ പ്രവണത, അതുപോലെ ഉപദ്രവവാസന തുടങ്ങിയിട്ടുള്ള പല ലക്ഷണങ്ങളും കാണാം. ക്യാമൽ മിൽക്ക് സ്ഥിരമായിട്ട് ഇത്തരം കുട്ടികളിൽ കൊടുക്കുന്നത് കൊണ്ട് ഇത്തരം ലക്ഷണങ്ങളെ കുറച്ചുകൊണ്ടുവരുന്നതിനും അതേസമയം അവരിൽ അനുസരണശീലം വളർത്തുന്നതിനും കഴിയുന്നുണ്ട് എന്ന് പഠനങ്ങൾ കാണിക്കുന്നു. ഏത് രീതിയിലാണ് ഒട്ടകപ്പാൽ ഇത്തരം കുട്ടികളിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എങ്കിൽ പോലും ഒട്ടകപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങൾ ഇത്തരം കുട്ടികളിൽ സാധാരണയായിട്ട് പല ദഹന സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. ദഹന സംബന്ധിയായിട്ടുള്ള അലർജികൾ ഇത്തരം കുട്ടികളിൽ കൂടുതലാണ്. ഇത്തരം അലർജികളെ ഒട്ടകപ്പാൽ കുറക്കുകയും തന്മൂലം അവരുടെ അസ്വസ്ഥതകൾ കുറയുമ്പോൾ അവരുടെ പെരുമാറ്റ വൈകല്യങ്ങൾക്ക് വ്യത്യാസം അനുഭവപ്പെടുകയും രോഗലക്ഷണങ്ങൾ കുറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ അവരുടെ നാഡീവ്യവസ്ഥയിലും മറ്റും ചില പവർഫുൾ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ഒട്ടകപ്പാലിന് കഴിയുന്നു എന്നുള്ളതാണ്. ഒട്ടകപ്പാലിന്റെ മറ്റൊരു ഗുണവശമാണ് അതിന്റെ നീർക്കെട്ട് കുറക്കാനുള്ള കഴിവ്. സന്ധിവേദനയിൽ, പ്രത്യേകിച്ച് ആർത്രൈറ്റിസ്, റുമാറ്റിസം തുടങ്ങിയിട്ടുള്ള രോഗാവസ്ഥകളിൽ ഒട്ടകപ്പാൽ ഉപയോഗിക്കുന്നതിലൂടെ രോഗലക്ഷണങ്ങൾക്ക് ശമനം അനുഭവപ്പെടുന്നുണ്ട്. ക്യാമൽ മിൽക്കിന്റെ മറ്റൊരു പ്രധാന ഗുണവശമായിട്ട് പഠനങ്ങൾ കാണിക്കുന്നത് ഡയബറ്റിസ് അഥവാ പ്രമേഹം വരുന്നത് തടയുന്നതിനും പ്രമേഹ രോഗത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതിനുമുള്ള ഒട്ടകപ്പാലിന്റെ വലിയൊരു സാധ്യതയെക്കുറിച്ചാണ്. ഒട്ടകപ്പാലിൽ ഇൻസുലിന് തുല്യമായിട്ടുള്ള ചില പ്രോട്ടീൻസ്